ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊക്കോകോളയുടെ ക്യാൻ ഉപയോഗിച്ചിട്ട് ഒരു പോപ്കോൺ മേക്കർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ശരിക്കും പോപ്കോൺ മേക്കാൻ വേണ്ടി പോപ്കോൺ മേക്കറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സംഭവം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലോ വേറെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ പോപ്കോൺ അതിൻ്റെ പാക്കറ്റ് ഇട്ടോ പൊട്ടിച്ചോ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഗ്യാസ് കത്തിക്കാൻ പറ്റാത്ത സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് റൂമിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ തീ കത്തിക്കാനെന്ന് വെച്ചാൽ കത്തിക്കാനും പറ്റില്ല. അപ്പോൾ പാത്രങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കൊക്കോകോള അതുപോലത്തെ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ, ക്യാൻ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മേടിച്ചാൽ മതി, ഒരു കൊക്കോകോളയുടെ ക്യാൻ. അപ്പോൾ ആ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പോപ്കോൺ മേക്കർ വീട്ടിൽ, ഐ മീൻ ഹോസ്റ്റൽ, എങ്ങനെ കൊക്കോകോളയില്ലല്ലോ പോപ്കോൺ മേക്കർ ഉണ്ടാകാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ പോപ്കോൺ മേക്കർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ക്യാനാണ് വേണ്ടത്, മറ്റേ കൊക്കോകോളയുടെ ക്യാനിൽ. എന്നിട്ട് അത് എടുത്തതിന് ശേഷം അതിൻ്റെ കൊക്കോകോള അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ക്യാനായാലും മതി. എന്നിട്ട് അതിനകത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ മീതുള്ള പെയിൻറ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഉരച്ച് കളയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കളയുക. ഇപ്പം ഞാനെടുത്താണ് ക്യാനിൻ്റെ മീതെ ഒരു പ്ലാസ്റ്റിക് ലെയറിൻ്റെ ഒരു കോട്ടിംഗ് ആണ്, അതാണ് സിമ്പിളായിട്ട് പറിച്ച് കളയാൻ പറ്റും. കാരണം മറ്റേ കവറിരിക്കുമ്പോൾ എന്തോ ഒരു പെയിൻറ്റൊക്കെ പിന്നെ ചൂടാവുമ്പോൾ ആ പെയിൻറ്റൊക്കെ ഉരിയാലോ. അപ്പോൾ എന്തായാലും നമ്മൾ 2 ക്യാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 ക്യാൻ്റെ ആവശ്യമുണ്ട്, കാരണം നമ്മൾ സ്റ്റൗ ഉണ്ടാക്കണം, ക്യാൻ്റെ മേക്കറും ഉള്ള സംഭവം ഉണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ഒരു ക്യാൻ എടുത്തിട്ട് അതിൻ്റെ ഈ നടുവശത്തായിട്ട് നമ്മളൊരു റെക്റ്റാങ്കുലറുള്ള ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മാസ്കിംഗ് ടേപ്പ് എന്ന് പറയും ഈ ടേപ്പിന്, അല്ലെങ്കിൽ വേറെ ഇതുപോലത്തെ ടേപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഞാൻ മാസ്കിംഗ് ടേപ്പ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇതാവുമ്പോൾ ഇങ്ങനെ കീറി ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ ഒട്ടിക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മറ്റേ സെലോ ടേപ്പിൻ്റെ പോലെയല്ല ഈ സംഭവം ഇരിക്കണത്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കണ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളൊരു മാർക്കറോ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ ഇപ്പം സ്റ്റിക്കർ വേണമെങ്കിൽ അഴിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. മാർക്ക് എഴുതി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 3 സൈഡും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ മാത്രം 2 സൈഡിലും കുറച്ച് വെച്ച് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതേ നമ്മൾ ആ 3 സൈഡും ഫസ്റ്റ് തന്നെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. 3 സൈഡ് മാത്രം ഫുള്ള് കട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ മുകളിലത്തെ വശമുണ്ടല്ലോ അത് കട്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളിത് പൊക്കി നോക്കി കഴിഞ്ഞാൽ മുകളിലോട്ട് പൊക്കാൻ പറ്റണില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ പൊക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അതിന് വേണ്ടി അവിടെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ 2 സൈഡിൽ നിന്നും ഒരു ചെറിയൊരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുക. നടുക്ക് കുറച്ച് വിട്ടിട്ട് 2 സൈഡിൽ നിന്ന് ഇത്തിരി വിട്ട് കളയാം. അപ്പോൾ നമ്മൾക്കിത് സുഖമായിട്ട് പൊക്കി നിർത്താൻ പറ്റും. അപ്പോൾ ഇതെന്തിനാണ് പൊക്കി നിർത്തണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ട ഇതുപോലെ ഇങ്ങനെ പൊക്കി നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ആ സൈഡിൽ നിന്ന് കുറച്ച് മാത്രം കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഉള്ളിൽ നമ്മുടെ പോപ്കോൺ ഇടുമല്ലോ, അപ്പോൾ അതിങ്ങനെ പൊട്ടിയിട്ട് തെറിച്ച് പുറത്തേക്ക് പോകാതെ ഇങ്ങനെ തെറിക്കുമ്പോൾ തന്നെ ആ പുറത്തുള്ള ലെയർമ തട്ടിയിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് വീഴാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അതിന് ശേഷം നമ്മളിപ്പോൾ ഒട്ടിച്ച് കൊടുത്ത ആ മാസ്കിംഗ് ടേപ്പ് ഊരി കളയാം, അതിന് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ 2ാമത്തെ ക്യാനുണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് നമ്മൾ നേരത്തെ സെയിം ഉപയോഗിച്ച ആ മാസ്കിംഗ് ടേപ്പ് തന്നെയാണ് അത് ഒട്ടിച്ച് കൊടുക്കണേ. ഈ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയാണ്, കുറച്ചും കൂടി കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ സംഭവം നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്യാൻ എളുപ്പം എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്കിത് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൈമുറിയാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലുള്ളതാണ് ഈ സംഭവത്തിൻ്റെ. കണ്ട ഇതിൻ്റെയൊക്കെ ഷാർപ്പ്നെസ്സായിട്ട് നന്നായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മോൾ ഭാഗം നമ്മളുണ്ടാക്കിയ ലെയർ ഉണ്ടല്ലോ, പോപ്കോൺ മേക്കറിൻ്റെ മോൾ ഭാഗം അടുത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ കയറുന്നുണ്ടാവില്ലേ കറക്റ്റായിട്ട്. നമ്മളിത് ഇവിടെ ആയിട്ടൊരു ഷേപ്പിൽ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം എഴുതിയുടെ ഉള്ളിൽ വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെയും ഒന്ന് കട്ട് ചെയ്യണേ, പിന്നെ മറ്റേ സംഭവം ഇറക്കി വയ്ക്കാനും. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് പതിയെ അതിൻ്റെ സൈഡുകൾ വെറുതെ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മുടെ കൈയൊക്കെ കൊണ്ട് മുറിയാതിരിക്കാനൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്യെല്ലാം മടക്കി കൊടുക്കണം. ഇനി നമ്മൾ ആ മടക്കി കൊടുത്തത് ഒന്ന് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. സംഭവം എന്നാന്ന് വെച്ചാൽ, നമ്മൾ മെഴുകുതിരി വയ്ക്കുമല്ലോ, അപ്പോൾ അതൊരു സ്റ്റാൻഡ് പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഭവം ഇവിടെ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ മുകളിലത്തെ പിന്നെ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ
അടിയിൽ കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് പറിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളിത് നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ്ലെസ് ആയിരിക്കും, നമ്മൾ തൊടുമേക്കും മറിഞ്ഞു വീണ ടൈപ്പിലായിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് വെയിറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മെറ്റലിൻ്റെ ഓരോ കല്ലുകളുണ്ടാവില്ലേ, കല്ലെടുത്തിട്ട് ഉള്ളിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി വെയിറ്റ് കിട്ടും. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മളെ മെഴുതിരി വയ്ക്കുമ്പോൾ ഈ സംഭവം ഒന്ന് താഴ്ന്നു പോകാതെ വേണമെങ്കിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾ മോൾ ഭാഗം നമ്മളൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലൂസുള്ള പോലെ തോന്നുന്നുണ്ട് ഗൈസ്. അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. ചെറിയൊരു ലൂസുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ആ വീതി ഒന്ന് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതിയായിരുന്നു. കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പി എടുത്തേക്കാണ്, കെട്ട് കമ്പിയോ അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് കമ്പി എടുത്തിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ കെട്ടി കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഈ മെഴുതിരി വേണമെങ്കിൽ മുകളിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കത്തിച്ചിട്ട്. അതിന് ശേഷം നമ്മുടെ മോൾ ഭാഗം എടുത്ത് മുകളിൽ വയ്ക്കാം. ഇപ്പം ഈ നമ്മുടെ കെട്ടി കൊടുത്ത കമ്പി അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇത് പൊക്കിയും താഴ്ചയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതും കൂടി നമ്മുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പോപ്കോൺ മേക്കർ. ഇനി നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ പോപ്കോണൊക്കെ ഇട്ടിട്ട് അടിയിൽ തീ എത്തിച്ചൊക്കെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ പോപ്കോൺ മേക്കർ. അപ്പോൾ ഇത് അടിഭാഗം തീ ഇവിടെ വെച്ചിട്ടുണ്ട്, സ്റ്റൗവ്. അപ്പോൾ ഇതിനകത്ത് വെച്ചാണ് മെഴുതിരി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. 2 മെഴുതിരി എടുത്തിട്ട് 2 തിരി എടുത്ത് ഒരു മെഴുതിരിക്ക് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പോപ്കോൺ മേക്കറിൽ ഇടാൻ പോകുന്നത് നമ്മൾ ഈ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന പോപ്കോണിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ഇതിനകത്ത് ഓയിലും ഉണ്ടാവും, പിന്നെ ഈ കോണും ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ ക്യാനിൻ്റെ ഉള്ളിലോട്ട് കുറച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി ഓയിൽ ചേർക്കണത് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് കിടക്കുമ്പോൾ നമ്മുടെ ഈ ക്യാനിൻ്റെ അടിഭാഗം പരന്നതല്ലല്ലോ, അത് കാരണം തന്നെ അതിൻ്റെ സൈഡിലോട്ട് ഓയിൽ വീണ് കിടന്നിട്ട് കോൺ മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മെഴുകുതിരി ആദ്യം തന്നെ നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 2 തിരി ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി തീ കൂടുതൽ കിട്ടും, ഒരു ഹീറ്റ് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ 2 തിരി വെച്ചിരിക്കുന്നത്. ഒരു തിരി ഊരിയെടുത്തിട്ട് ഒരെണ്ണത്തിൽ വെച്ചേക്കുന്നതാണ്. 2 കൂടി ഒരുമിച്ചാക്കി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു തിരിയാണ്. ക്രയോണൊക്കെ എടുത്ത് കളറാക്കിയതാണ് ആ റെഡ് കളറ്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഈ പോപ്കോൺ മേക്കർ കയറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഡോറൊന്ന് കുറച്ച് സ്ഥലത്തേക്ക് ഇങ്ങനെ പൊക്കി നിർത്താം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് നേരെ തെറിച്ച് പുറത്തേക്ക് വരാൻ പാകത്തിന്. അപ്പോൾ നമ്മുടെ പോപ്കോൺ മേക്കർ നമ്മുടെ സ്റ്റൗവിൻ്റെ അല്ലെങ്കിൽ തീ കത്തിച്ചാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത്, അരമണിക്കൂറൊന്നും വേണ്ട, നമ്മുടെ തീ മെഴുതിരി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കണം, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് വീഴാനായിട്ടൊരു പ്ലേറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം പുറത്തേക്ക് വേണ്ട വീഴാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഈ വെളിച്ചെണ്ണ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കണേൻ്റെ, ഓയിൽ തിളയ്ക്കണേൻ്റെ ശബ്ദമാണ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നത്. ഒരു ശബ്ദം കേൾക്കണില്ലേ, ഇതിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഗൈസ് കുറച്ച് നേരം കഴിഞ്ഞു, ഇതൊന്നും വരണ കാണാനില്ലല്ലോ. അപ്പോൾ ഈ ക്യാന് കട്ടി കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ഈ മുകൾ ഭാഗം മടക്കുമ്പോൾ അതവിടെ ചൊടിഞ്ഞു പോയി. ഗൈസ് നമ്മുടെ ഒരു പോപ്കോൺ പോപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടി ചെരിച്ച് വെച്ചു, കാരണം ഒരു സൈഡിലേക്ക് ഈ വെളിച്ചെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരന്നതല്ല, അതുകൊണ്ട് ഒരു സൈഡിലേക്ക് നീങ്ങി പോകാനും ഞാൻ ഒന്ന് ചെരിച്ച് വെച്ചു. കണ്ട, അപ്പോൾ നമ്മുടെ തിളച്ചു പൊട്ടി ഗൈസ്. നമ്മുടെ പോപ്കോൺ അങ്ങനെ വർക്കായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പൊട്ടാണ്ടിരുന്നത് അടിഭാഗം പരന്നതല്ലാതുകൊണ്ട് വെളിച്ചെണ്ണ സൈഡിലേക്ക് പോയി. അപ്പോൾ ഞാൻ ചെരിച്ച് വെച്ചപ്പോൾ എല്ലാം കൂടി ഒരു സൈഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ പോപ്കോൺ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ട പോപ്കോണൊക്കെ പൊട്ടി തുടങ്ങി. അപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ നമ്മുടെ പോപ്കോൺ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊട്ടിയത് കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ കൈമേക്കൊന്ന് തെറിച്ചു. ചെറിയ ചൂടുണ്ട്, എന്നാലും പൊള്ളിയില്ലെന്ന് തോന്നണേ. അതിൻ്റെ ഓയിൽ ലാസ്റ്റ് പൊട്ടിയപ്പോളേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലത് പൊട്ടിയതിൻ്റെ കൂടെ പൊട്ടാത്ത മറ്റേ കോണും കൂടി പുറത്തേക്ക് ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ
അത് വീണ്ടും പൊട്ടിക്കോളും. അപ്പോൾ ഫൈനലി നമ്മൾ ഇട്ടയിൽ നോക്കുകയാണെങ്കിൽ ഇത്ര എണ്ണം പൊട്ടിയിട്ടുണ്ട്. നമ്മൾ എത്ര എണ്ണം വേറെ ഒന്നും പുറത്ത് പോയിട്ടില്ല, ഇതിൻ്റെ ഉള്ളിലൊന്നും പോയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ അടിയിലൊന്നും കരിഞ്ഞിട്ടില്ല, കണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാം, കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് പൊട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ 3 4 ഇത് ചെറുതായിട്ട് പൊട്ടി. ഓക്കെ, ഇതും കുഴപ്പമില്ല. ഇത്രയും നമ്മൾ ഇട്ടയിലാകെ ഒരു 5 എണ്ണം പൊട്ടാണ്ട് ഇരുന്നിട്ടുള്ളൂ കണ്ടോ. ബാക്കിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സക്സസ് ആയിട്ടുണ്ട്. പോപ്കോൺ മേക്കർ നന്നായിട്ട് മുരിഞ്ഞിട്ട് ടേസ്റ്റൊക്കെ ഉണ്ട് കണ്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ മീതെ കരിഞ്ഞ പോലെ കാണുന്നതല്ല, ശരിക്കും കരിഞ്ഞതല്ല. ഇതിൻ്റെ പൊടിയുണ്ടല്ലോ, ആ ഓയിലിൻ്റെ എന്തോ പൊടിയാൻ കണ്ട. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. ടേസ്റ്റൊക്കെ കൊള്ളാം. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ടായി നമ്മുടെ പോപ്കോൺ മേക്ക്? അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇത് ഹോസ്റ്റലിലും മറ്റേ റൂമുകളിലൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കാനാണ്. അല്ലാതെ വീട്ടിൽ നിൽക്കുന്നവർക്ക് വേറെ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എന്താ സിമ്പിളാന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊക്കക്കോളയുടെ അതുപോലത്തെ ടൈപ്പ് ക്യാനുകളൊക്കെ എന്തായാലും സോഫ്റ്റ് ഡ്രിങ്കിൻ്റെയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ കുടിക്കുമ്പോഴൊക്കെ അത് ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ മെഴുതിരി പിന്നെ എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. മെഴുതിരിക്കാൻ ഇത്ര പൈസയൊന്നും വരില്ലല്ലോ. മെഴുതിരിയും വയ്ക്കുക ഒരു നമുക്കൊരു ടോട്ടൽ ഒരു 50 രൂപ 100 രൂപയുടെ താഴെ എന്തായാലും വരുള്ളൂ. സംഭവം എല്ലാവരും മേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു 50 രൂപ മാക്സിമം. അപ്പോൾ അത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്, ബൈ.